എല്ലാവർക്കും ട്യൂട്ടർ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ മുടി കൊഴിച്ചിലും അതുപോലെ മുടിയുടെ അറ്റം പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളും മാറാനും നമുക്ക് നല്ല ആരോഗ്യവും അഴകുമുള്ള മുടി വളരാനും വേണ്ടി നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ വീട്ടിൽ ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ മാസ്ക് അല്ലെങ്കിൽ ഒരു ഹെയർ പാക്കിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഈ ഹെയർ പാക്ക് അല്ലെ ഹെയർ മാസ്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? ഇനിയിപ്പോൾ അറിയത്തില്ലാത്തവർക്ക് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളൊരു ചെടി നട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ചെടി നന്നായിട്ട് വളരാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കില്ലേ എന്ന് പറഞ്ഞാലാണ് നമ്മുടെ മുടി വളരാൻ വേണ്ടി നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ചെടിയിൽ കൂടുതൽ പൂക്കൾ അല്ലെങ്കിൽ ഫലമൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ വളം ഇട്ട് കൊടുക്കില്ലേ? അങ്ങനെ നമ്മുടെ മുടി വളരെ ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് ഈ ഹെയർ പാക്ക് അല്ലെങ്കിൽ ഹെയർ മാസ്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ടും എങ്ങനെ ഈ ഹെയർ പാക്ക് തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു മുട്ടയാണ്. ഞാനൊരു ഫുൾ മുട്ട ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ മുടി വല്ലാതെ ഡ്രൈ ഫ്രിസി ഹെയർ ആണ്, ഒട്ടും ഒതുക്കമില്ലാതെ പറന്ന് കിടക്കുന്ന ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ മുട്ടയുടെ മഞ്ഞയാണ് എടുക്കേണ്ടത്. പിന്നെ ഓയിലി ഹെയറുകാർ, നല്ല എണ്ണമയമുള്ള മുടിക്കാർ മുട്ടയുടെ വെള്ള എടുക്കണം. പിന്നെ നോർമൽ മുടിക്കാർക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരുമിച്ചെടുക്കാം. മുട്ട ഫുള്ള് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മുട്ടയുടെ മണമൊന്നും പ്രശ്നമില്ലാത്തവരാണെങ്കിൽ ഫുൾ മുട്ട എടുത്ത് ഉപയോഗിച്ചാൽ അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എപ്പോഴും ഫുൾ മുട്ടയാണ് ഉപയോഗിക്കാറ്. ഇതിലേക്ക് 2 സ്പൂൺ തൈര് അല്ലെങ്കിൽ യോഗർട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂൺ തേനാണ്. ഇനി ഇവ മൂന്നും കൂടി നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീരും അതുപോലെ 1 സ്പൂൺ ആവണക്കെണ്ണയും കൂടി ചേർത്താൽ വളരെ നല്ലതായിരിക്കും. അപ്പം ഇതാണ് നമുക്ക് വേണ്ട ഒരു മിശ്രിതം. അപ്പം നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തലയിൽ തേച്ച് കൊടുക്കുന്നത് എന്ന് നോക്കാം. അപ്പം അതിന് മുന്നേ നമ്മൾ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കണം. എണ്ണ തേച്ചിട്ട് ഹെയർ പാക്ക് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ തലമുടിയിൽ എണ്ണ അത്യാവശ്യം ഉണ്ടെങ്കിൽ പിന്നെ എണ്ണ തേക്കണമെന്നില്ല. ഒരു വല്ലാതെ ഡ്രൈ ആണ്, എണ്ണ കുറവാണെങ്കിൽ എന്തായാലും എണ്ണ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വേണം ഹെയർ പാക്ക് ഇടാൻ. പിന്നെ തലയിൽ ശരിയായ രീതിയിൽ എങ്ങനെ എണ്ണ തേക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അപ്പോൾ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ട് അതുപോലെ വേണം ചെയ്യാൻ. കാരണം നമ്മൾ വെറുതെ എണ്ണ തേച്ചുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. അപ്പം നല്ല രീതിയിൽ എണ്ണ തേക്കണം. അപ്പം അത് കണ്ടിട്ട് അതുപോലെ ചെയ്യുക. അപ്പോൾ തലയിൽ എണ്ണ തേക്കുന്ന ആ ഒരു സ്റ്റെപ്പ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നില്ല, കാരണം അത് ഓൾറെഡി ഞാൻ ചെയ്തതാണ്. ഇനിയിപ്പോൾ അതും കൂടി ചെയ്ത് ഒത്തിരി ലോങ് ആയി പോകും വീഡിയോ. അപ്പോൾ ഞാൻ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ മുടിയിൽ എണ്ണ വെക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ? അതുപോലെ തന്നെയാണ് ഇതും അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ മുടിയുടെ ഓരോ ഭാഗവും കുറേശ്ശെ എടുത്ത് മാറ്റി നന്നായിട്ട് സ്കാൽപ്പിലേക്ക്, നമ്മുടെ തലയോട്ടിയിലേക്ക് ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അത് തേച്ച് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ചെറുതായിട്ട് മസാജും കൂടി ചെയ്യണം. കാരണം നമ്മുടെ തലയോട്ടിയിൽ ഒന്ന് പതിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേശ്ശെ മുടി എല്ലായിടത്തോടെ മാറ്റി നന്നായിട്ട് തേച്ച് കൂടെ ഒന്ന് ചെറുതായിട്ട് മസാജും ചെയ്ത് അങ്ങനെ തല മുഴുവനും നന്നായിട്ട് തേച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം മുട്ടയിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഒത്തിരിയേറെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെടിക്ക് വളം ഇട്ട് കൊടുക്കുന്നതിന് തുല്യമാണ് തലമുടിക്ക് ഈ പ്രോട്ടീൻ ചെല്ലുമ്പോൾ നല്ല കരുത്തോടെ വളരാൻ കഴിയും. അതുപോലെ തന്നെ മുട്ടയിൽ ധാരാളം വൈറ്റമിൻസും ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരുന്നതിന് സഹായിക്കും. പിന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന നമ്മുടെ തൈര് അഥവാ യോഗർട്ട് നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാൻ, അതുപോലെ സിൽക്കി ആകാനും സ്മൂത്ത് ആകാനും നല്ല ഷൈനിങ് കിട്ടാനെല്ലാം സഹായിക്കുന്നതാണ്. തൈരിൽ ധാരാളം ബാക്ടീരിയകളും അതുപോലെ ലാക്റ്റിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ തലയിലെ താരനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് തലയോട്ടി നന്നായിട്ട് ക്ലീൻ ആകാനും, അതുപോലെ നമ്മുടെ തലയിലുള്ള ഡെഡ് സ്കിന്നുകളൊക്കെ മാറി നല്ല ക്ലീൻ സ്കാൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ തൈരിൽ ധാരാളം പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. തൈര് നല്ലൊരു കണ്ടീഷണർ കൂടിയാണ്. പിന്നെ നമ്മുടെ തേനും ഇതുപോലെ നല്ല ഒരു നാച്ചുറൽ കണ്ടീഷണറാണ്. തേനിലും ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളരുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ തേനിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിന് സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും എല്ലാം സഹായിക്കും. പിന്നെ തേൻ നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ്. നമ്മുടെ മുടിയെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും നല്ല സ്മൂത്തായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുടി കിട്ടാനും വളരെ നല്ലതാണ്. അങ്ങനെ ഈ 3 സാധനങ്ങൾ കൂടി യോജിച്ച ഈ ഹെയർ പാക്ക് മറ്റേത് ഹെയർ പാക്ക് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും എല്ലാം ഗുണം ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ താരൻ മാറാനും മുടിയുടെ അറ്റം പിളരുന്നത് മാറാനും പിന്നെ അതുപോലെ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഡാമേജായ മുടിയെല്ലാം നല്ല ആരോഗ്യത്തോടു കൂടി വളരാനെല്ലാം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് നമ്മൾ തലയോട്ടിയിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുടിയിലും അതുപോലെ മുടിയുടെ അറ്റത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക.
എന്നിട്ട് നമുക്ക് മുടി ഫുള്ള് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് പുറകിലും നന്നായിട്ട് തേച്ച് കൊടുക്കണം, എല്ലായിടത്തും എത്തണം. അങ്ങനെ തേച്ച് നന്നായിട്ട് ഇങ്ങനെ നിന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ കുനിഞ്ഞ് നിൽക്കുമ്പം നമുക്ക് ബ്ലഡ് ഫ്ലോ, നമ്മുടെ തലയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടും. അപ്പോൾ അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ മസാജ് ചെയ്യുന്നതിനനുസരിച്ച് കൂടും. അപ്പോൾ അതെല്ലാം മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ നിന്ന് ബാക്കിയുള്ള ഹെയർ പാക്ക് കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഹെയർ പാക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യം തേച്ച് കൊടുക്കാം. ഒത്തിരി മുടി കൊഴിച്ചിലുള്ളവരും അതുപോലെ മുടി പൊട്ടിപ്പോകുന്നവരൊക്കെ ആഴ്ചയിൽ ഒരു 3 തവണ ഇങ്ങനെ ചെയ്യും. ഇത് വളരെ എഫക്റ്റീവാണ്, 100% റിസൾട്ട് കിട്ടുന്നതാണ്. നമുക്ക് നമ്മുടെ മുടി നന്നായിട്ട് വളർന്നു തുടങ്ങി മുടി കൊഴിച്ചിലെല്ലാം മാറി എന്ന് കണ്ടാൽ നമുക്കിത് ചുരുക്കി ആഴ്ചയിൽ 1 ഉപയോഗിക്കാം. നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് പിന്നെ നിർത്തരുത്. ആഴ്ചയിൽ 1, മാക്സിമം ഏറ്റവും ചുരുങ്ങിയത് മാസത്തിൽ 1 ഇത് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയുള്ളൂ. നമുക്ക് മുടിയെല്ലാം കൂടി മേലെയായിട്ട് കെട്ടി വെച്ചിട്ട് ബാക്കിയുള്ളത് കൂടി തേച്ച് കൊടുക്കാം. പുറത്തും എല്ലായിടത്തും കൂടി ബാക്കി വെക്കണ്ട, ഉള്ളതെല്ലാം കൂടി അങ്ങോട്ട് മുടിയിലേക്ക് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവണക്കെണ്ണയും അതുപോലെ നാരങ്ങാനീരും ചേർത്താൽ വളരെ നല്ലതായിട്ട്. ഞാനത് കാണിച്ചു തന്നില്ല എന്നുള്ളൂ, ഞാൻ സിമ്പിളായിട്ട് കാണിച്ചതാണ്. ഇതൊക്കെ എല്ലാം വീട്ടിലുമുള്ള സാധനങ്ങളാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ 3 കൂടി ഉള്ളത് കാണിച്ചത്. അപ്പം അങ്ങനെ എല്ലാം നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്കൊരു അരമണിക്കൂർ വെച്ചിട്ട് കഴുകിക്കളയാം. അപ്പോൾ താളിയിട്ട് കഴുകാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ അല്ലെങ്കിൽ ഷാമ്പൂ ഇട്ട്, ചെറിയ വീര്യം കുറഞ്ഞ ഷാമ്പൂ ഉപയോഗിച്ചാൽ മതി, ഷാമ്പൂ ഇട്ട് കഴുകിക്കളയുക. അപ്പോൾ നമുക്ക് തല കഴുകിയിട്ട് കാണാം. ഞാൻ കുളി കഴിഞ്ഞ് മുടിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ കേട്ടോ. നമ്മൾ മുടിയെ നന്നായിട്ട് നോക്കി നന്നായിട്ട് പരിചരിച്ചാൽ മുടി നന്നായിട്ട് വളരും. പിന്നെ പറ്റുന്നവരെല്ലാം താളി ഉപയോഗിച്ച് വേണം മുടി കഴുകാൻ. എപ്പോഴും ഷാമ്പു ഉപയോഗിക്കുന്ന മുടിക്ക് കൊള്ളില്ല. ഇങ്ങനെ ആഴ്ചയിൽ 3 ദിവസം നന്നായി എണ്ണ തേച്ച് മസാജ് ചെയ്ത് ഹെയർ പാക്ക് കൂടി ഇട്ടാൽ 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലും അതുപോലെ മുടിയുടെ അറ്റം പൊട്ടുന്നതും എല്ലാ പ്രശ്നങ്ങളും മാറി നല്ല അഴകും ആരോഗ്യമുള്ള മുടി കിട്ടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇനി ആരെങ്കിലും നമ്മുടെ ഡ്യൂ ഡ്രോപ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ വരുന്ന ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.